പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നീ ആരുടെ വാക്കുകളാണ് പറയുന്നത്? നീ ആരുടെ പ്രവർത്തികളാണ് ചെയ്യുന്നത്? നീ ആരെ പോലെയാണ് ജീവിക്കുന്നത്? എന്താണ് ചോദ്യം? നീ ആരുടെ വാക്കുകളാണ് പറയുന്നത്? ആരുടെ പ്രവർത്തിയാണ് ചെയ്യുന്നത്? ആരെ പോലെയാണ് ജീവിക്കുന്നത്? ഈശോ തന്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. നമുക്കറിയാം, ഈശോ തന്റെ വചനപ്രഘോഷണം ആരംഭിച്ചത് എങ്ങനെയാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരുന്നു ഈശോയുടെ ഒരു തീം എന്ന് പറയുന്നത്. ശിഷ്യന്മാരുടെ പ്രഭാഷണവും എന്തായിരിക്കണം? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഈശോ പറഞ്ഞത് തന്നെയാണ് ശിഷ്യന്മാര് പറഞ്ഞത്, അപ്പോസ്തലന്മാര് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയേണ്ടത് എന്താണ്? അത് തന്നെയാണ് ഈശോ പറഞ്ഞത്, ശിഷ്യന്മാര് പറഞ്ഞു. ഈശോയും അപ്പോസ്തലന്മാരും പറഞ്ഞത് നമ്മൾ പറയണം. ഹല്ലേലൂയ. ഇനി രണ്ടാമതായി ഈശോ അവരോട് പറഞ്ഞു, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, പിശാചുക്കളെ പുറത്താക്കുവിൻ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുവിൻ. ഈശോ ചെയ്തത് എന്തൊക്കെയാണ്? രോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ പുറത്താക്കി. അതായത് ഈശോയുടെ പ്രവൃത്തി തന്നെ ചെയ്യാനായിട്ട് ഈശോ തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ പ്രവൃത്തി ഈശോയുടെ പ്രവൃത്തികളുടെ തുടർച്ചയായിരുന്നു, പുനരാവിഷ്കരണമായിരുന്നു. ഇനി നമ്മളുടെ പ്രവൃത്തിയും എന്താകണം? ഈശോയുടെ പ്രവൃത്തികളാകണം. മൂന്നാമതായി ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ വലിയ ഭാണ്ഡക്കെട്ട് ഒന്നും കൊണ്ടുപോകണ്ട, ഇല്ലേ? കൂടുതൽ കാര്യങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കണ്ട, ലളിതമായി ജീവിക്കുക എന്നതാണ് ഈശോ അവരോട് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് കിട്ടുന്നത് ഭക്ഷിച്ച് ചെല്ലുന്നിടത്ത് കിടന്ന് അങ്ങനെ ലളിതമായി ജീവിക്കുക. നമുക്കറിയാം ഈശോയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ലളിതമായ ജീവിതമായിരുന്നു. ലളിതമായ ജീവിതമാണ് ഈശോ ശിഷ്യന്മാരോട് നയിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിന്റെ തുടർച്ച എന്താണ്? അപ്പോൾ ശിഷ്യന്മാർ ഈശോ ജീവിച്ചതുപോലെ ജീവിച്ചു. നമ്മൾ ആര് ജീവിച്ചതുപോലെ ജീവിക്കും? ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞതുപോലെ പറഞ്ഞു, ഈശോ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചു, ഈശോ ജീവിച്ചതുപോലെ ജീവിച്ചു. ഹല്ലേലൂയ. ഓരോ ശിഷ്യനും ഓരോ വിശ്വാസിയുടെയും വിളി ഈശോ പറഞ്ഞത് പറയാനും പ്രവർത്തിച്ചത് പ്രവർത്തിക്കാനും ജീവിച്ചതുപോലെ ജീവിക്കാനുമാണ്. കണ്ണുകളടക്കം. കണ്ണുകളടച്ച് നമ്മൾ മനസാക്ഷിയെ പരിശോധിക്കുന്നതിന് വചനം വെളിച്ചം ഉപയോഗിക്കുകയാണ്. എന്റെ വാക്കുകൾ എത്രമാത്രം ഈശോയുടെ വാക്കുകളാണ്? എന്റെ പ്രവൃത്തികൾ എത്രമാത്രം ഈശോയുടെ പ്രവൃത്തികളാണ്? എന്റെ ജീവിതം, എന്റെ ജീവിതത്തിന്റെ ലാളിത്യം എത്രമാത്രം ഈശോയുടെ ജീവിത ശൈലിയുമായി ചേർന്നു പോകുന്നതാണ്? ഇതിനൊക്കെ വന്ന കുറവുകളാണ് എന്റെ അപരാധം എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞതുപോലെ പറയുന്നതിന് പകരം ലോകത്തിന്റെ വാക്കുകൾ, തിന്മ നിറഞ്ഞ വാക്കുകൾ, കോപത്തിന്റെ, ദേഷ്യത്തിന്റെ, കലഹത്തിന്റെ വാക്കുകൾ, സുഖപ്പെടുത്തുന്നതിന് പകരം മുറിവേൽപ്പിക്കുന്ന പ്രവർത്തികൾ, തിന്മയെ പുറത്താക്കുന്നതിന് പകരം തിന്മയുമായി ബന്ധം സ്ഥാപിക്കുന്ന പ്രവർത്തികൾ, തിന്മയുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ജീവനിലേക്ക് നയിക്കുന്നതിന് പകരം മരണത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തികൾ, ഒടുവിൽ ഈശോയുടെ ലാളിത്യത്തിന് പകരം എന്റെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും സുഖലോലുപതയുടെയും ജീവിതം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ മൂലം വിരൂപമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം നമ്മുടെ ഹൃദയത്തുവാല കൊണ്ട് നമ്മൾ തുടയ്ക്കുകയാണ്. അപ്പോൾ ഈശോ തന്റെ തിരുമുഖം നമ്മുടെ ആത്മാവിൽ പതിപ്പിച്ചു തരികയാണ്. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ, ഈശോയേ, ഈശോയേ, ഈശോയേ, ഈശോയേ, ഈശോയേ, ഈശോയേ, ഈശോയേ, ഈശോയേ,